വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട SCERT പാഠഭാഗങ്ങൾ SCERT ഫാക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടില്ലേ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രാൻസുകാരും ഒക്കെ നമ്മുടെ എവിടേക്ക് വന്നിട്ടുണ്ട്? ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ശരിയാണോ? പോർച്ചുഗീസുകാരെ പറഞ്ഞത് ശരിയാണോ? നോക്കി നോക്കിയേ. ആണോ? പോർച്ചുഗീസുകാരെ പറഞ്ഞത് ശരിയാണെന്ന് നോക്കി നോക്കിയേ. എന്താണ് പറയുന്നത്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് പോർച്ചുഗീസുകാർ എത്തിയതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ശരിയാണല്ലേ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്നത്. ആര്? പോർച്ചുഗീസുകാർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്നത്. അതുപോലെ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. 1741 കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് നമുക്കറിയാം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. അങ്ങനെ ഡച്ചുകാർക്ക് ഡച്ചുകാർക്ക് പരാജയം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതും ശരിയാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാർട്ടസ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റ് കപ്പലുകൾ വ്യാപാരം തടയുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാരുടെ ലൈസൻസ് ആണതെന്ന് പറയുന്നത്. കാർട്ടസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ലൈസൻസ് ആണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇതുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് എന്നുള്ളതല്ലാതെ ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തെറ്റാണ് ഈ ആൻസർ വരുന്നത്. അപ്പോൾ എന്താണ് റെഡി ആയിട്ടുള്ളത്? എന്തൊക്കെയാണ്? 1ഉം 2ഉം ആണ് കേട്ടോ ശരി വരുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് യൂറോപ്യൻ ശക്തിയായിട്ടുള്ള പോർച്ചുഗീസുകാർ എത്തിയത്. അതുപോലെ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്ക് അവർക്ക് പരാജയം സംഭവിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇയേഴ്സ് പഠിച്ച് വെക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ചാനാർ ലഹള എന്നാണ് നടക്കുന്നത്? 1889 ചാനാർ ലഹള നടക്കുന്നത്. അതുപോലെ പാലിയം സത്യാഗ്രഹം 1942 പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ശരിയായ സംഭവങ്ങൾ കാലഘടന ക്രമപ്രകാരം എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് എന്താണ്? ചാനാർ ലഹളയാണ്. ചാനാർ ലഹളയാണ് ആദ്യം വരുന്നത്. പിന്നെ എന്താണ് വരുന്നത്? ചാനാർ ലഹള കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം വരും. അതിനുശേഷം എന്താണ് വരുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം വരും. ക്ഷേത്രപ്രവേശന വിളംബരം വരും. അപ്പോൾ ഇതിലേതാണ് ശരി വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? 2, 1, 4, 3 ഇതല്ലേ വരുന്നത്? ബി അല്ലേ ആൻസർ വരുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് പാലിയം സത്യാഗ്രഹം വരുന്നത്. അപ്പോൾ ഇതിൽ ശരി വരുന്ന ഏതാണ്? 2, 1, 4, 3 അപ്പോൾ ഈ കറക്റ്റായിട്ട് ഈ ഇയേഴ്സ് കേട്ടോ. വൈക്കം സത്യാഗ്രഹം, ചാനാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ വരവ്, പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? മലബാർ കലാപം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹം എന്നിങ്ങനെ പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങളുടെ ഇയേഴ്സൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഔദ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഔദ് രാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി എന്താണ് പറഞ്ഞത്? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്നാണ് ഈ ഔദ് നാട്ടുരാജ്യത്തെ ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ടുള്ള ഡൽഹൌസി പ്രഭുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം തീവ്രവാദി, മിതവാദി കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്ന 3 കാലഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിലെ മിതവാദികളെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലാൽപാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ്. മിതവാദികളാണോ? അവരേതാണ്? തീവ്രവാദികളാണല്ലേ ലാൽപാൽ ബാൽ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മിതവാദികളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ലാൽപാൽ ബാൽ വെച്ചിട്ട് നമുക്കിതിൽ ആൻസർ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ലാൽ, അതുപോലെ പാൽ, ലാൽ പാൽ, ലാല ഇവിടെ ഉണ്ടാവുക ലാല പാൽ, അതുപോലെ തന്നെ ബാൽ അല്ലേ. അപ്പോൾ ലാൽപാൽ ബാൽ എന്ന് പറയുന്നത് തീവ്രവാദിയാണ്. അപ്പോൾ മിതവാദി വിഭാഗത്തിൽ ആരാണ് വരുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് വരുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മിതവാദികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്താണ്? രഹസ്യനാമം എന്താണ്? ഓപ്പറേഷൻ ബാർബറോസ കേട്ടോ. ഓപ്പറേഷൻ ബാർബറോസയാണ് രഹസ്യനാമം എന്നറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? 2023 റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സിൻ്റെ അല്ലേ 2023 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഡി ആണല്ലേ. കൊല ഒന്നും ഇല്ലാന്ന് പഠിച്ചാൽ മതി. അപ്പോൾ സുരക്ഷിതമായ നഗരമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. കൊൽക്കത്തയാണ്. നെക്സ്റ്റ്, ഭൂമധ്യരേഖയിൽ കോറിയാലിസ് ബലം എന്ന് പറയുന്നത് എത്രയാണ്? ഭൂമധ്യരേഖയിൽ കോറിയാലിസ് ബലം എത്രയാണ്? ഭൂമധ്യരേഖയിൽ കോറിയാലിസ് ബലം? 0 ആണ് കേട്ടോ. കോറിയാലിസ് ബലം ഭൂമധ്യരേഖയിൽ കോറിയാലിസ് ബലം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രൊണൈസ്ഡ് എന്ന ഉപഗ്രഹം ഏതാണ്? സൺസിൻക്രൊണൈസ്ഡ് എന്ന് പറയുന്ന ഉപഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? IRS 1A ആണ്. IRS 1A ആണ്. സൺസിൻക്രൊണൈസ്ഡ് എന്ന് പറയുന്ന ഉപഗ്രഹം IRS 1A ആണ്. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ടുകായൽ പതിക്കാത്ത നദി ഏതാണ്? വേമ്പനാട്ടുകായൽ പതിക്കാത്ത നദിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വേമ്പനാട്ടുകായൽ പതിക്കാത്ത നദി ഏതാണ് വേമ്പനാട്ടുകായൽ പതിക്കാത്ത നദി? ഓക്കെ ഏതാണ് പതിക്കാത്തത്? ഭാരതപ്പുഴയാണല്ലേ. ഭാരതപ്പുഴ എന്ന് പറയുന്നത് അറബിക്കടലിലാണ് പതിക്കുന്നത്. ഭാരതപ്പുഴ എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ബാക്കിയൊക്കെ പമ്പ, അതുപോലെ തന്നെ അച്ചൻകോവിൽ, മൂവാറ്റുപുഴ എന്നിവയൊക്കെ വേമ്പനാട്ടുകായലിൽ പതിക്കുന്നവയാണ്. അച്ചൻകോവിൽ, പമ്പ, മൂവാറ്റുപുഴയൊക്കെ വേമ്പനാട്ടുകായലിൽ പതിക്കുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ബലത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമായ പ്രധാന ബലം ഏതാണ്? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ് ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്നത്. ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് എന്താണ്? സമുദ്ര ഊഷ്മാവ് സമുദ്ര ഊഷ്മാവ് ഏതാണ്? എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസമാണ് സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം. നെക്സ്റ്റ്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടാണല്ലേ. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? PM ആശാ യോജനയാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വന്നത് ഏതാണ്? PM ആശാ യോജനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഹരിത വിപ്ലവത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയേ, ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ?
ശരിയാണല്ലേ. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് ഹരിതവിപ്ലവത്തിലൂടെ. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ട് അല്ലേ. വില കുറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞിട്ടുള്ളത്, അതും ശരിയാണ്. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഹരിതവിപ്ലവത്തിന്റെ ഒരു പോരായ്മയായിരുന്നു അല്ലേ, സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചത്. അപ്പോൾ ഇതൊക്കെ ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നിവയൊക്കെ ഇതാണ് ശരിയാണ്. 1, 2, 3 ഒക്കെ എന്താണ് ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതാണ് ഇതിൽ ശരിയെന്ന്. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. അത് ശരിയാണ്. 1 മുതൽ 5 പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതം കുറഞ്ഞു. അതായത് 1 മുതൽ 5 വരെ അപ്പോൾ 1 മുതൽ 5 വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ കൂടുതലാണല്ലേ, കൂടുതൽ വർധനമാണ് ഉണ്ടായത്. എന്നാൽ 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമുടക്കിൻ്റെ വിഹിതം എന്ന് പറയുന്നത് കുറയാണ് ചെയ്തത്, 5 മുതൽ 8 വരെ. അപ്പോൾ 1ഉം 2ഉം എന്താണ് ശരിയാണല്ലേ വരുന്നത്, 1ഉം 2ഉം എന്താണ് വരുന്നത്, ശരിയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് ാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കേരളത്തിലെ ജില്ല? വയനാടാണ് കേട്ടോ. വയനാടാണ് ഈ ADP എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത്, വയനാടാണ്. നെക്സ്റ്റ്. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു? 1991 പുതിയ സാമ്പത്തിക നയം എന്താക്കിയായിരുന്നു? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയൊക്കെയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇറക്കുമതിയിലും കയറ്റുമതിയിലുള്ള എല്ലാ അളവ് നിയന്ത്രണങ്ങളും പൊളിച്ചെഴുതുക അല്ലേ. അത് ശരിയാണല്ലേ. ഇറക്കുമതിയിലും കയറ്റുമതിയിലുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണല്ലേ. താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, അതും ശരിയാണ്. താരിഫ് നിരക്കുകൾ കുറയ്ക്കുക. ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക, അതും ശരിയാണ്. ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇറക്കുമതിയിലും കയറ്റുമതിയിലുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. കൽക്കരിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതാണ് ശരിയല്ലാത്തതെന്ന് അല്ലേ. ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. ശരിയാണല്ലേ. ഈ വൈദ്യുതിക്ക് കൂടി വരാണ് ഇപ്പോൾ. അപ്പോൾ അത് കാരണം വൈദ്യുതി ഉൽപ്പാദനത്തിനും ഉരുക്ക് വ്യവസായത്തിനൊക്കെ കൽക്കരിയുടെ ആവശ്യം കൂടി വരാണ്. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? വൈദ്യുതീകരണം വർദ്ധിച്ചപ്പോൾ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞിട്ടുണ്ടോ? ശരിയാണല്ലേ. വൈദ്യുതീകരണം വർദ്ധിച്ചപ്പോൾ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട്. കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാളും കുറവാണെന്ന് പറയുന്നുണ്ട്. വിതരണത്തേക്കാൾ കുറവാണല്ലോ അല്ലേ, കൂടുതലാണ്. കൽക്കരിയുടെ ആവശ്യം കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് 3 മാത്രമാണ് ശരിയില്ലാത്തത് അല്ലേ. അതായത് കൽക്കരിയുടെ ഉപയോഗം കൂടുതലാണ്, കൽക്കരിയുടെ ആവശ്യം കൂടുതലാണ് വരുന്നത്. അതായത് ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും കൽക്കരി ആവശ്യം കൂടുതലാണ്. അതുപോലെ തന്നെ വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ ഉപഭോഗം എന്ന് പറയുന്നത്, റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം എന്ന് പറയുന്നത് കുറഞ്ഞതെന്ന് പറയുന്നത് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ പ്രധാനപ്പെട്ട SCRT പാഠഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെതാണ്? ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണല്ലേ. അമേരിക്കയുടേതാണ് ആദ്യത്തെ ലിഖിത ഭരണഘടന, അല്ലെങ്കിൽ പഴക്കമുള്ള ഭരണഘടന എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? അമേരിക്കയുടേതാണ്. അപ്പോൾ അത് സവിശേഷതയിൽ പെടുന്നതല്ല അല്ലേ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയുടേതാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന.
ഭരണഘടന, ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടന, ഏറ്റവും ഏതുപോലെ എഴുതപ്പെട്ട ഭരണഘടന എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടുന്നതാണ്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കുവാൻ 3 വർഷവും 11 മാസവും 18 ദിവസം എടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ PSCയുടെ സൂചിക പ്രകാരം PSC അതായത് ഭരണഘടന എഴുതി പൂർത്തീകരിക്കുവാനായിട്ട് 3 വർഷവും 11 മാസം 17 ദിവസമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ആൻസറാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12 പട്ടികകളാണുള്ളത് അല്ലേ? ഇപ്പോൾ ഭരണഘടനയിൽ 12 പട്ടികകളാണുള്ളത്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ അതിൽ 1, 3, 4 എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് സവിശേഷതയിൽ പെടാത്തതാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് നോക്കുകയാണെങ്കിൽ. ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കുവാനായിട്ട് 2 വർഷവും 11 മാസവും 17 ദിവസമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികകളാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും. ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? എന്താണ് പസ്വാമജറി അല്ലേ? പസ്വാമജറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. എന്താണ് പസ്വാമജറി എന്ന് പറയുന്നത്? എന്താണ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട്, ജനാധിപത്യം എന്താണെന്ന് ചോദിച്ചിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യനിൽ വരാറുണ്ട് പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്നല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഏത് സവിശേഷതയാണ് ഭരണഘടനയുടെ? ഏതാണ്? ആമുഖത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് പസ്വാമജറി. ഇത് ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെയും ചോദിക്കാറുണ്ടല്ലേ? ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് പറയുന്ന വരികൾ ആമുഖത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരുപടി ചേർക്കുക അല്ലേ? നമുക്ക് ആർട്ടിക്കിൾസ് ആണ് നൽകിയിരിക്കുന്നത്. ബാലവേല നിരോധന ദിനം എന്നാണ്? ബാലവേല നിരോധന ദിനം എന്നാണ്? വകുപ്പ് 24 അല്ലേ? ബാലവേല വിരോധന ദിനം എന്ന് പറയുന്നത് എന്താണ്? ജൂൺ 12-നാണ്. ബാലവേല നിരോധന ദിനം എന്ന് പറയുന്നത് ജൂൺ 12-നാണ്. ആർട്ടിക്കിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വകുപ്പ് 24 ആണ്. സ്വത്തവകാശം നമ്മൾ പറഞ്ഞു പാർട്ട് 12-ലെ 300A നിയമവകാശമാക്കി മാറ്റിയത്. ഏത് ഭേദഗതിയാണ് ചോദിക്കാറുണ്ട്? 1977-ലെ 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റി പാർട്ട് 12 300A നിയമവകാശമാക്കി മാറ്റിയത്. ഇനി അവസര സമത്വം ഏതാണ്? വകുപ്പ് 16-ലാണ് അവസര സമത്വത്തെ കുറിച്ച് പറയുന്നത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിളാണ് 21A. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. അപ്പോൾ അതിൽ ഏതാണ് ശരി വരുന്നത്? ഏതാണ് ആൻസർ? ഏതാണ് വരുന്നത്? ശരി ഏതാണ്? ബി ആണല്ലേ? ബി ആണ് ശരി വരുന്നത്. ഓക്കെ, ബാലവേല നിരോധനം എന്ന് പറയുന്നത് വകുപ്പ് 24-ൽ പറയുന്നു. സ്വത്തവകാശം 300A പറയുന്നു. അവസര സമത്വം ആർട്ടിക്കിൾ 14 പറയുന്നു. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റിയത് 21A-ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി ഏതാണ്? നോക്കാം. ഏകീകൃത നിയമ സംവിധാനം എന്ന് പറയുന്നത് വകുപ്പ് 44-ലാണ് പറയുന്നത്. ശരിയാണല്ലേ? ആർട്ടിക്കിൾ 44-ലാണ് എന്ന് പറയുന്നത് ഏകീകൃത നിയമ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്. മൗലിക കടമകൾ വകുപ്പ് 51-ലാണോ? 51A-ലാണല്ലേ? 51A-ലാണ് എന്ന് പറയുന്നത് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 51A-ലാണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 226-ലാണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പറയുന്നത്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 61-ലാണല്ലേ? ആർട്ടിക്കിൾ 61-ലാണ് അത് പറയുന്നത് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഇനി എന്താണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം? ഏതാണ്? ആർട്ടിക്കിൾ 32-ലാണ്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 32-ലാണ്. ആർട്ടിക്കിൾ 32-ലാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226-ആണ്. ഏകീകൃത നിയമ സംവിധാനം ആർട്ടിക്കിൾ 44 പറയുന്നു അല്ലേ? പീനൽ കോഡിലെ മൗലിക കടമകളെക്കുറിച്ച് ആർട്ടിക്കിൾ 51A പറയുന്നു. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226-ലാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61-ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനതധികാരത്തിൽപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനതധികാരത്തിൽപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തനതധികാരത്തിൽപ്പെടാത്തത് സുപ്രീം കോടതിയുടെ? ഏതാണ്? നോക്കാം. കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ എന്താണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അധികാരത്തിൽ വരുന്നവയാണ്. കേന്ദ്രവും സംസ്ഥാനവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ വരുന്നത് തനത് അധികാരത്തിൽ പെടുന്നവയാണ്. അപ്പീൽ അധികാരം, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് അതിൽ വരുന്നതല്ല. അപ്പോൾ തനത് അധികാരം മാത്രമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള തർക്കങ്ങളും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളാണ് വരുന്നത്. അപ്പോൾ സിയും ഡി ആണ് അധികാരത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത്? നമുക്കറിയാം ആരോഗ്യം പ്രതിരോധമൊക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെയിൽവേ ഒക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണെന്നല്ലേ? അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ വരാത്തത്?
നോക്കാം. തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ എന്നിവയൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽ വരുന്നതാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതായി കാരണം നമ്മൾ ലിസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റാണോ അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണോ വരുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തുറമുഖങ്ങളും റെയിൽവേയും ഹൈവേകളും ഒക്കെ വരുന്നത് എന്താണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഇതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കി വയ്ക്കാം. മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഭേദഗതിയാണ്? 91-ാം ഭേദഗതി. 91-ാം ഭേദഗതി പ്രകാരമാണ് മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. പി കെ തുങ്കൻ കമ്മിറ്റി ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇയേഴ്സാണ് പഠിച്ചിരിക്കേണ്ടതാണ് അല്ലേ, ഇയേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. പി കെ തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത് 1989 പി കെ തുങ്കൻ കമ്മിറ്റി വന്നത്. അതുപോലെ തന്നെ ബൽവന്ത് റായ് കമ്മിറ്റി 1957 ബൽവന്ത് റായ് കമ്മിറ്റി വന്നത്. അശോക് മേത്ത കമ്മിറ്റി 1977 അശോക് മേത്ത കമ്മിറ്റി വന്നത്. LM സിഗ്വി കമ്മിറ്റി ഏതാണ്? LM സിഗ്വി കമ്മിറ്റി 4 C ആണ് 1986 വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പി കെ തുങ്കൻ കമ്മിറ്റി 1986 വന്നു. ബൽവന്ത് റായ് കമ്മിറ്റി 1957 വന്നു. അശോക് മേത്ത കമ്മിറ്റി 1977 വന്നത് അശോക് മേത്ത കമ്മിറ്റിയും. ബൽവന്ത് റായ് കമ്മിറ്റി വന്നത് ബൽവന്ത് റായ് കമ്മിറ്റി എന്ന് പറയുന്നത് 1987 വന്നത്. അശോക് മേത്ത കമ്മിറ്റി 1977 വന്നത്. LM സിഗ്വി കമ്മിറ്റി 1989 വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണ്? ശുചിത മിഷൻ, കുടുംബശ്രീ, കില, ഇൻഫോർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നതൊക്കെ എന്താണ്? കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവയൊന്നുമല്ല കേട്ടോ. ഇവയൊന്നല്ല എന്നാണ് വരുന്നത്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയൊന്നല്ല എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA-യുടേതാണ്? MLA നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നോക്കാം. MP രാജേഷ്, P രാജീവ്, PA മുഹമ്മദ് റഷീദ്, വീണ ജോർജ് എന്നിവരുടെ നിയോജക മണ്ഡലങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ MP രാജേഷ് തൃത്താലയാണ് കേട്ടോ നിയോജക മണ്ഡലം. MP രാജേഷിന് ഏതാണ്? തൃത്താലയാണ്. ഇനി P രാജീവിൻ്റെ കളമശ്ശേരിയാണ്. P രാജീവിൻ്റെ നിയോജക മണ്ഡലം ഏതാണ്? കളമശ്ശേരിയാണ്. അപ്പോൾ PA മുഹമ്മദ് റഷീദ് ഗുരുവായൂരാണ്. വീണ ജോർജ് വരുന്നത് ആറന്മുളയിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നതൊക്കെ എല്ലാം തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാരി ശക്തി വന്ദന അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയ ദിനം എന്നാണ്? നാരി ശക്തി വന്ദന അധിനിയം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നാരി ശക്തി വന്ദന അധിനിയം എന്ന് പറയുന്നത് എന്നാണ് പാസ്സാക്കിയത്? 2023 സെപ്റ്റംബർ 20 നാരി ശക്തി വന്ദന അധിനിയം പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ SCRT ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? നോക്കി നോക്കിയേ. ഒന്നാം വായന ഫസ്റ്റ് വരും. അതിനുശേഷം രണ്ടാം വായന വരും. അതിനുശേഷം എന്താണ് വരുന്നത്? രണ്ടാം വായനയ്ക്ക് ശേഷമാണ് ഘട്ടങ്ങൾ വരുന്നത് അല്ലേ? ഏതൊക്കെയാണ് വരുന്നത്? ഒന്നാം വായന കഴിഞ്ഞ് രണ്ടാം വായന കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റി ഘട്ടം വരും. പിന്നെ എന്താണ് വരുന്നത്? കമ്മിറ്റി കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് ഘട്ടം വരും. പിന്നെ മൂന്നാം വായന വരും. ലാസ്റ്റാണ് മൂന്നാം വായന വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഒന്നാം വായനയാണ്. പിന്നെ രണ്ടാം വായന വന്നു. പിന്നെ കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, പിന്നെ മൂന്നാം വായന. അങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് A ആണ് ഓപ്ഷൻ കേട്ടോ. A ആണ് ഓപ്ഷൻ റെഡി ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് എന്താണ്? ശരീരം ഹാജരാക്കുക അല്ലേ? അത് ശരിയാണ്. ഇനി പ്രൊഹിബിഷൻ എന്താണ്? തടയുക എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് വരുന്നത് അല്ലേ? തടയുക എന്ന് പറയുന്ന അതാണ് വരുന്നത്. അപ്പോൾ നിലനിർത്തുക എന്ന് പറയുന്നതാണോ? അല്ലേ, തെറ്റാണ്. മെൻഡാമസ് എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നത്. ശരിയാണ് മെൻഡാമസ് എന്ന് പറയുന്നത്. കോവാറൻ്റ് എന്താണ്? എന്തധികാരത്തിൽ എന്നാണ് കോവാറൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. Aയും Cയും D ആണ് ശരിയായ ജോഡി എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്ത രോഗം ഏതാണ്? 4DS എന്ന് പറയുന്നത് അല്ലേ? 4DS എന്ന് പറയുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്ത രോഗം ഏതാണ്? പെല്ലാഗ്രിയാണ്. 4DS എന്നറിയപ്പെടുന്നത് പെല്ലാഗ്രിയാണ്. നെക്സ്റ്റ്, AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ എന്തുണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ AB രക്തഗ്രൂപ്പാണ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് അല്ലേ? ഡൊണേറ്റർ എന്നറിയപ്പെടുന്നതിനാണ്
O ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ സ്വീകർത്ത എന്നറിയപ്പെടുന്നതാണ് AB രക്തഗ്രൂപ്പ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ എന്താണ് ഉണ്ടായിരിക്കില്ല, എന്തൊക്കെ ഉണ്ടായിരിക്കില്ല? പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഉണ്ടായിരിക്കില്ല. എയും ബിയും പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഉണ്ടായിരിക്കില്ല. ആൻറ്റിബോഡിയാണ് എയും ബിയും ഇല്ലാത്തത്. പ്ലാസ്മയിലാണ് ആൻറ്റിബോഡി എയും ബിയും ഇല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പൊട്ടാസ്യമാണ്. പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? പൊട്ടാസ്യമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? 24 മണിക്കൂർ ദിനതാളക്രമം അല്ലേ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ചോദിച്ചിരിക്കുന്നത്. ശരീരക്രമം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതാണ്? മെലാറ്റോണിൻ. എന്താണ്? മെലാറ്റോണിൻ ഉണ്ടോ? മെലാറ്റോണിൻ ആണ് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. മെലാറ്റോണിൻ ആണ്. ദൈനംദിന ക്രമവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് മെലാറ്റോണിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? പരിരക്ഷയാണ്. പരിരക്ഷയാണ്. നമ്മൾ പ്രധാനപ്പെട്ട കേരള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. ആക്രമണങ്ങളും അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷ. നെക്സ്റ്റ്, 1987 വായു മലിനീകരണം തടയുന്ന നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏതാണ്? 1987 വായു ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏതാണ്? ശബ്ദമാണ്. ശബ്ദമാണ് ഉൾപ്പെടുത്തിയത് ദോഷകരമായ വസ്തു. കണികാദ്രവ്യവും ലഡും ഓസോണൊക്കെ അതിൽ പെട്ടിട്ടില്ല. പക്ഷേ ശബ്ദം എന്ന് പറയുന്നത് ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. നെക്സ്റ്റ്, ഒരു അത്ലറ്റിക് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിന് എന്താണ് സംഭവിക്കുന്നത്? ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടുന്നതാണ് എറിയുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി എന്നത് ഭൂമിയുടെ പലായന വേഗത്തെയും VO എന്ന് പറയുന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എന്താണ്? VE എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ പലായന പ്രവേഗമാണ്. VO എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗതയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ശരി. √2VO ആണ്. VE എന്ന് പറയുന്നത് √2VO ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരെന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ഫോക്കസ് ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ഏതാണ്? 12 സെൻറ്റിമീറ്റർ കേട്ടോ. 12 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം, നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. R = എന്താണ്? 2F ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ R എന്ന് വെച്ചാൽ ആരാണ്? F എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് ആണ്. F ആണ് കാണുന്നത്. അപ്പോൾ R/2 ആണ്. അതായത് 24/2, അതായത് 12 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വയ്ക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്തപ്പോൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതാണ്? ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചന്ദ്രൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതാണ്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് അത് ശരിയാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് അതും ശരിയാണ്. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് അതും ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുക, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുക, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? 42ാമത്തെ ക്വസ്റ്റ്യൻ. 42ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഗ്രൂപ്പ് 6ലാണ് ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം കാണപ്പെടുന്നത് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. അതും ശരിയാണല്ലേ. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. അതിനെ കർപ്പൂരത്തിൽ ചൂടാക്കിയാൽ അത് ദ്രാവകമായിട്ട് മാറുന്നുണ്ടോ? കർപ്പൂരത്തിൽ ചൂടാക്കുകയാണെങ്കിൽ ദ്രാവകമായിട്ടില്ല, വാതകമായിട്ടാണല്ലേ മാറുന്നത്. നമ്മൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞു, ഉൽപ്പാദനം എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പാലിൻ്റെ pH മൂല്യം 7ൽ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പാലിൻ്റെ pH മൂല്യം എത്രയാണ്? 6.5നും 6.7നും ഇടയിലാണ് കേട്ടോ pHൻ്റെ മൂല്യം. പാലിൻ്റെ ചോദിക്കുകയാണെങ്കിൽ 6.5നും 6.7നാണ്. അപ്പോൾ 7നേക്കാളും താഴെയാണല്ലേ. അപ്പോൾ അതാണ് തെറ്റ് വരുന്നത്. അതുപോലെ ഇത് രണ്ടും തെറ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ കർപ്പൂരത്തിൽ ചൂടാക്കുകയാണെങ്കിൽ വാതകമായിട്ട്, അതായത് ആ ഒരു പ്രവർത്തനത്തിൽ പറയുന്നതാണ് ഉൽപ്പാദനം, സബ്ലിമേഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്.
അപ്പോൾ കാർബൺ എന്ന് പറയുന്ന ആളെ ഗ്രൂപ്പ് ആറിലാണ് കാണപ്പെടുന്നത്. കാർബണാണ് ഏറ്റവും കഠിനമേറിയ മൂലകം എന്ന് പറയുന്നത്. കാർബണാണ് ഗ്രൂപ്പ് ആറിലാണ് കാണപ്പെടുന്നത്. ഗ്ലാസ് ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ് എന്ന് പറയുന്നത് അത് ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ ബി ആണ് വരുന്നത് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നുണ്ട്. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നത്. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ചാൾസ് നിയമം ഉണ്ട്. ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 ഇൻറ്റു 10⁻²23 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയായിരിക്കും? 108 ആ പദാർത്ഥത്തിൻ്റെ എന്ത് പറയുന്നത്? തന്മാത്ര ഭാരം പറയുന്നത്. അപ്പോൾ തന്മാത്രകളുടെ പിണ്ഡമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? 108 ഗ്രാം തന്നെയായിരിക്കും. 108 ഗ്രാം തന്നെയായിരിക്കും. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര ഭാരമാണ് 108 എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെത്ര നമുക്കറിയാം, ഒരു പദാർത്ഥത്തിൽ 6.022 × 10⁻23 ഇതാണ് ഉണ്ടായിരിക്കുക, മോളിക്യൂൾസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 108 ആണെന്നുണ്ടെങ്കിൽ 108 തന്നെയായിരിക്കും. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണ്? അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണ്? ഏതാണ്? 2019. നെക്സ്റ്റ്, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു അല്ലേ. നെക്സ്റ്റ്, കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ ആരാണ്? IM വിജയനാണ് കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ. നെക്സ്റ്റ്, ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരാണ്? ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു? സലീം കുമാറിനായിരുന്നു. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? നജീബ് എന്ന് പറയുന്നത് ഏത് കൃതിയിലെയാണ്? നജീബ് ബെന്യാമിൻ്റെ ഏതാണ്? ആടുജീവിതം അല്ലേ. ആടുജീവിതത്തിലെ പ്രധാന കഥാപാത്രമാണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയുടെ പ്രധാന ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? MS ധോണിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് താപപ്രസരണം നടത്തുന്നത് ഏതാണ്? വികിരണമാണല്ലേ. ചാലനം എന്ന് പറയുന്നത് ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്നതാണ് ചാലനം. സംവഹനം എന്ന് പറയുന്നത് ദ്രാവകത്തിലും വാതകത്തിൽ നടക്കുന്നതാണ് സംവഹനം. വികിരണമാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം എത്തുന്നത്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗാർഹിക പാചകവാതക സിലിണ്ടറിൽ നിന്നും LPG ലീക്കായാൽ ഒരു ഗന്ധം വരും. അതെന്ന് പറയുന്നത് എന്ത് രാസപദാർത്ഥമാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏത് രാസപദാർത്ഥമാണ്? ഈഥിൽ മെർക്യാപ്റ്റൻ ആണ് ചോദിക്കാറ്. ഈ പേരാണ് ചോദിക്കാറ്. ഈഥിൽ മെർക്യാപ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ പരീക്ഷകൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് അറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യൻസാണ് അല്ലേ. കുറേ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും നമ്മൾ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്യുന്നതായിരിക്കും. PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.